നമസ്കാരം. എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ് പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ HSC സോഷ്യൽ സയൻസ് മോഡ്യൂൾ നമ്പർ 1 യൂണിറ്റ് നമ്പർ 6 ഒരു പുതിയൊരു ടോപ്പിക്കാണ് ലീഗ് ഓഫ് നേഷൻസ്. ഈ ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന വേൾഡ് വാറുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. കാരണം വേൾഡ് വാറിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷെ സിലബസിൽ ഇങ്ങനെ ലീഗ് ഓഫ് നേഷൻസ് എന്ന് കൊടുത്തത് കൊണ്ട് ഞാൻ ഇവിടെ അതേപോലെ പേര് ഇവിടെ കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ചില കോൺസിക്വൻസസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പിന്നെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുക ലീഗ് ഓഫ് നേഷൻസ് ആണ്. നമ്മൾ ഇതില് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെ അവസാനിച്ചു, അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുശേഷം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഉടമ്പടികൾ ഏതൊക്കെയാണ്, അതിന്റെ കണ്ടന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഈ വേഴ്സൽ ട്രീറ്റിയെ കുറിച്ച്. അപ്പോൾ വേഴ്സൽ ട്രീറ്റിയെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റ് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റികൾ ഏതൊക്കെയാണ്, അതിനെ കുറിച്ചിട്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഓരോ ട്രീറ്റികൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച്, പിന്നെ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ആഘാതങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് എക്കണോമിയെ ബാധിച്ചത്, എങ്ങനെയാണ് ജനങ്ങളെ ബാധിച്ചത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. HSC സോഷ്യൽ സയൻസ് മലയാളം മീഡിയത്തിൽ 2009 ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം ഏതാണെന്നാണ് ആ ചോദ്യം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അധികവും സെക്കൻഡ് വേൾഡ് വാറും UN ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യം ഈ ലീഗ് ഓഫ് നേഷൻസിനെ ബേസ് ചെയ്ത് 2009 അപ്പൊ ആ ചോദ്യം എങ്ങനെയാണ്, ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ച സ്ഥലം എവിടെ വെച്ചിട്ടാണ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. പാരീസ് ആണോ, ലണ്ടൻ ആണോ, വാഷിംഗ്ടൺ ആണോ, ജനീവയാണോ എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഉത്തരം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നിങ്ങൾ പറയാം. ഓപ്ഷൻ ഡി ആണ്. അതായത് ജനീവയിൽ വെച്ചിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ജനീവ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഒരു പ്രദേശമാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ജനീവ നന്നായിട്ട് ഓർത്തിരിക്കുക. ജനീവ. ജനോവ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അത് ഇറ്റലിയിലാണ്. കൺഫ്യൂസ് ആവരുത്, ഇത് ജനീവയാണ്. ജനീവയിൽ വെച്ചിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം യുദ്ധത്തിന്റെ കോൺസിക്വൻസസ്, അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ഫലങ്ങൾ, അതിന്റെ റിസൾട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഫസ്റ്റ് വേൾഡ് വാർ കാരണമായിട്ട് ലോകത്തിലെ 4 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങൾ തകർന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒന്നാമത്തെ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റിയാണ്. പിന്നെ ജർമ്മനിയിലെ ഒഹൻസ് സോളൻസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി, നമ്മളെ കൈസർ വില്യത്തിന്റെ ഡൈനാസ്റ്റി, അത് ഡീക്ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായി. പിന്നെ നിക്കോളാസ് രണ്ടാമന്റെ ഡൈനാസ്റ്റി, റഷ്യയിലെ റൊമാനോവ് ഡൈനാസ്റ്റി, അതെങ്ങനെ ഡിക്ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1917 റിവല്യൂഷൻ. നിങ്ങൾ അത് ഓർത്തിരിക്കാം. എനിവേ ഈ യുദ്ധത്തിന്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോ റഷ്യയിലെ റൊമാനോവ് ഡൈനാസ്റ്റി തകർന്നു. പിന്നെ തുർക്കിയിലെ ഒട്ടോമൻ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യം, ഒട്ടോമൻ എംപയറും തകർന്നിട്ടുണ്ട്. റഷ്യയിലെ സാർ നിക്കോളാസ് രണ്ടാമന് സ്ഥാനം നഷ്ടപ്പെട്ടു. ജർമ്മനിയിലെ കൈസർ വില്യത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടു. ഓസ്ട്രിയയിലെ ചാൾസ് ചക്രവർത്തിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താനായിട്ടുണ്ടായിരുന്ന മെഹമ്മദ് ആറാമനും സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് വേൾഡ് വാർ കാരണമായിട്ട്. അപ്പോ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടന്ന സമയത്ത് പ്രധാനമായിട്ടും ഒട്ടോമൻ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്നത് മെഹമ്മദ് 5 എന്ന് പറയുന്ന ആളാണ്.
മുഹമ്മദ് സിക്സ്ത് ശരിക്ക് ഈ വേൾഡ് വാറിന്റെ അവസാനത്തിൽ 1918 അധികാരത്തിൽ വരുന്നത്. അപ്പൊ വേൾഡ് വാറിന്റെ തുടക്കം മുതൽക്ക് ഈ വേൾഡ് വാറിന്റെ അവസാനം വരേക്കും 1914 മുതൽ 18 വരേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുഹമ്മദ് ഫിഫ്ത് എന്ന് പറയുന്ന ഓട്ടോമൻ ചക്രവർത്തിയാണ്. പിന്നെ 1918 വേറൊരു ചക്രവർത്തി വന്നു, മുഹമ്മദ് ആറാമൻ. അപ്പൊ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനായി ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ അവസാനത്തിൽ. അതേ തുടർന്നിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ ഇന്ത്യയിൽ വരുന്നത്. അതേ തുടർന്ന് വേൾഡ് വൈഡിൽ ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നുണ്ട്. ഇന്ത്യയിൽ അലി ബ്രദേഴ്സ് ആണ്, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആണ് അത് പിന്നീട് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുഹമ്മദ് ആറാമൻ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും രാജാക്കന്മാരാണ് സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന രാജാക്കന്മാര് ഇതിനെ തുടർന്നിട്ട്, ഫസ്റ്റ് വേൾഡ് വാറിനെ തുടർന്നിട്ട്. അങ്ങനെ ഇതിന്റെ മറ്റൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ഇപ്പോ സിറിയ, പാലസ്തീൻ, ഇറാഖ്, അങ്ങനത്തെ ഒരുപാട് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ഉണ്ട്. അതെല്ലാം ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അധീനതയിലോട്ട് വന്നു. കാരണം അതെല്ലാം ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു. ഓട്ടോമൻ എംപയർ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് കൊണ്ട് ഓട്ടോമൻ എംപയറിന്റെ ടെറിട്ടറീസ്, റീജിയൻസ്, പ്രദേശങ്ങൾ ഈ വിജയിച്ച രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും ബ്രിട്ടനും വീതിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു കോൺസിക്വൻസ് ആണ്. പിന്നെ മറ്റൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഫിൻലാൻഡ്, ലാത്വിയ, എസ്തോണിയ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, യുഗോസ്ലോവാക്യ തുടങ്ങിയ പഴയ സാമ്രാജ്യങ്ങളുടെ അവിടങ്ങളിലൊക്കെ പഴയ ഒരുപാട് രാജാക്കന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു, ഡൈനാസ്റ്റികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടങ്ങളിൽ വേൾഡ് വാറിന് ശേഷം പുതിയ സംസ്ഥാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനന നിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഡെത്ത് റേറ്റുകളെ കുറിച്ചിട്ട്. 10 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അതിൽ വലിയൊരു ശതമാനവും 40 വയസ്സിന് താഴെയുള്ള യുവാക്കളായിരുന്നു. അപ്പൊ അതുകൊണ്ട് യുവാക്കൾ ഇല്ലാണ്ടായി. അപ്പൊ അത് കാരണമായിക്കൊണ്ട് ജനന നിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജനനക്ക് കുറഞ്ഞത് ഒരു കോൺസിക്വൻസ് ആണ് ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു യുദ്ധം കാരണം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലോട്ടും മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതും മറ്റൊരു കോൺസിക്വൻസ് ആണ് ഇതിന്റെ. അതുപോലെ തന്നെ ഇന്ത്യ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യ ബ്രിട്ടന്റെ ഒരു കോളനി ആയതുകൊണ്ട് ഇന്ത്യക്ക് ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള സോൾജേഴ്സ് ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, സിപ്പായിമാരൊക്കെ ആയിട്ട്. അപ്പൊ അവരെ എങ്ങോട്ടേക്ക് അയച്ചു? യുദ്ധത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടന്റെ സൈഡിൽ നിന്ന് പോരാടാൻ വേണ്ടിയിട്ട് അവരെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്തായത്, ബ്രിട്ടനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ യൂറോപ്പിലും മെഡിറ്ററേനിയനും മിഡിൽ ഈസ്റ്റിലും യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ധാരാളമായിട്ട് സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടങ്ങളിലൊക്കെ വെച്ച് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അവിടങ്ങളിൽ വെച്ച് നടന്ന യുദ്ധങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഫ്രാൻസ്, ബെൽജിയം, മെസപ്പൊട്ടാമിയ, ഈജിപ്ത്, ഗലീപ്പള്ളി, പാലസ്തീൻ, സിനായി എന്നീ പ്രദേശങ്ങളിൽ അവര് ബ്രിട്ടീഷ് ആർമിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് ആർമിയെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ 70,000-ഓളം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ആ സമയത്ത് ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ആയിട്ടുണ്ടായിരുന്നത് സർ ക്ലോഡ് ഓച്ചിൻ ലൈക്ക് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോ ഇദ്ദേഹം ഓച്ചിൻ ലൈക്ക് അദ്ദേഹം ഇന്ത്യക്കാരായിട്ടുള്ള സോൾജേഴ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സൈന്യം ഇല്ലായിരുന്നുവെങ്കിൽ ബ്രിട്ടൻ യുദ്ധങ്ങളിലൂടെ കടന്നു പോവാൻ കഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രിട്ടനെ ഒരു പരിധി വരെ വിജയിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള സോൾജേഴ്സ് തന്നെയാണ്, ഇന്ത്യക്കാരായിട്ടുള്ള സിപ്പോയിമാർ തന്നെയാണ്, ഒരു പരിധി വരെ കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് ആണ് ഈ വേഴ്സൈൽ ട്രീറ്റി അല്ലെങ്കിൽ വേഴ്സൈൽ ഉടമ്പടി. നിങ്ങൾ ഇതിനെപ്പറ്റി എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ വേഴ്സൈൽ ട്രീറ്റി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. കാരണം ഈ വേഴ്സൈൽ ട്രീറ്റി പ്രകാരം ജർമ്മനിക്ക് അവരുടെ പ്രദേശങ്ങളും കോളനികളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഈ യുദ്ധത്തിൽ ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കി, ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ജർമ്മനി തന്നെയായിരുന്നു. ഈ ജർമ്മനിയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വേഴ്സൈൽ ട്രീറ്റി സെക്കൻഡ് വേൾഡ് വാറിലോട്ടുള്ള ഒരു കാരണം ഹിറ്റ്ലർ ഉയർന്നു വരാനുള്ള ഒരു കാരണം ഈ വേഴ്സൈൽ ട്രീറ്റിയാണ്. കാരണം ഈ വേഴ്സൈൽ ട്രീറ്റി അൺഈക്വൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു ട്രീറ്റിയാണ്.
കാരണം അത് ജർമ്മനിയെ ചൂഷണം ചെയ്യുന്ന ഒരു ട്രീറ്റി ആയിരുന്നു. പക പോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക പോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടായി. നമുക്ക് ഈ ഉടമ്പടി ചർച്ച ചെയ്യാം, ഞാൻ അന്നേരം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഉടമ്പടി ഈ എന്താണ് ഈ സെക്കൻഡ് വേൾഡ് വാറിലോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അപ്പൊ ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് പ്രദേശങ്ങളും കോളനികളും ജർമ്മനിക്ക് നഷ്ടപ്പെട്ടു, വേഴ്സയിൽ കാരണമായിക്കൊണ്ട്. അതുപോലെ തന്നെ യുദ്ധനഷ്ടപരിഹാരം നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ മറ്റൊരു കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ലൈഫിൽ സർക്കാർ ഇടപെടാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അതായത് ജനങ്ങളെ സർക്കാർ ആശ്രയിക്കാനും വേണ്ടിയിട്ട് തുടങ്ങി, നേരെ തിരിച്ചും സർക്കാർ ജനങ്ങളെ ചൂഷണം ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണപ്പെരുപ്പം നടന്നിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ, ചെറിയ പൈസ കൊടുത്തൊന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി, സാധനങ്ങളുടെ വില രൂക്ഷമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധനങ്ങളുടെ ക്ഷാമവും വന്നു. അപ്പൊ അത് കാരണമായിക്കൊണ്ട് പ്രൈസ് ഹൈക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ രാജ്യങ്ങളുടെ മേൽ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഈ ഫസ്റ്റ് വേൾഡ് വാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫിനാൻഷ്യൽ ബേർഡൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ രാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ മേൽ കൂടുതൽ ടാക്സ് ഈടാക്കി. അത് അവരെ വീണ്ടും ബുദ്ധിമുട്ടിലായി. കാരണം കിട്ടുന്ന വരുമാനം ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. അവർക്ക് പിന്നീട് സാധനങ്ങൾ വാങ്ങാൻ പറ്റാതെ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉൽപാദനം കുറഞ്ഞു. അതുപോലെ തന്നെ ജീവിത ചെലവ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളെ സാരമായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് രാജ്യങ്ങൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ രാജ്യങ്ങളൊക്കെ പിന്നീട് കടക്കെണിയിലായിട്ടുണ്ടായിരുന്നു. അവർക്ക് കടം വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ട് ആവട്ടെ, ഫ്രാൻസ് ആവട്ടെ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങൾക്കും കടം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടം കൊടുക്കേണ്ട രാജ്യങ്ങള് പിന്നീട് കടക്കാരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും പിന്നീട് സഹായിച്ചിട്ടുണ്ടായിരുന്നത് അമേരിക്കയാണ്. ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം നേടിയെടുത്ത ഒരു രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു സംശയമില്ല, അമേരിക്ക തന്നെയാണ്. വെപ്പണുകൾ വിറ്റിട്ടും അതുപോലെ തന്നെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടനിലും ഫ്രാൻസിലും ഒക്കെ പുനരുദ്ധാരണ പരിപാടികൾക്ക് പണം കൊടുത്തൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടനാണ്. അപ്പൊ ഈ കടം കൊടുക്കൽ തന്നെയാണ് പിന്നീട് 1929-30 ഗ്രേറ്റ് ഡിപ്രഷനിലോട്ടും കാരണമായിട്ടുണ്ടായിരുന്നത്. കാരണം പെട്ടെന്ന് ഈ അമേരിക്ക കടം കൊടുത്ത പണം തിരിച്ചു വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1929-30 ഗ്രേറ്റ് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ജർമ്മനിയും ഗ്രേറ്റ് ബ്രിട്ടനും അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഉൽപ്പാദിപ്പിക്കുന്ന പണത്തിന്റെ 60% ഈ വേൾഡ് വാറിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ രാജ്യം വലിയ കടക്കെണിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് വേൾഡ് വാർ കാരണമായിട്ട്. അതുപോലെ തന്നെ യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം അവസാനിച്ചു. അതിനുശേഷം പിന്നീട് ലോകത്തിന്റെ സാമ്പത്തിക മേധാവിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അമേരിക്കയാണ്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് വേൾഡ് വാർ നടന്നു, അതിൽ എന്താണ് അത് ഈ ബ്രിട്ടൻ ഒന്ന് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പല കോളനികളിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ബ്രിട്ടന്റെ ഫോക്കസ് മൊത്തം വേൾഡ് വാറിലോട്ട് മാറി. അപ്പോൾ ഈ കോളനികളിൽ നടക്കുന്ന സമരങ്ങളിൽ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇന്ത്യ പോലുള്ള, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തെ അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസിക്വൻസ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസ് ആണ്, അല്ലെങ്കിൽ സർവ്വരാഷ്ട്ര സഖ്യമാണ്. അതായത് ഈ ലോകത്ത് ഇനിയൊരു യുദ്ധം നടക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നിലവിൽ വന്ന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. സമാധാനം ഇവിടെ സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ലീഗ് ഓഫ് നേഷൻസ്. അത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 1920-ലാണ്. അത് നിലവിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വുഡ്രോ വിൽസൺ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ പറ്റി
ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതില്ല. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, 1920 ലീഗ് ഓഫ് നേഷൻസ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്, സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജനീവയിൽ വെച്ചിട്ടുമാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആസ്ഥാനമായിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ യുദ്ധത്തിന്റെ മറ്റൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് പോളണ്ട്, ബെൽജിയം, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ പുതിയ രാജ്യങ്ങൾ ഉണ്ടായി. ആ രാജ്യങ്ങൾ ഇതിന് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം സ്വതന്ത്രമായി എന്നുള്ളതാണ്. അങ്ങനെ ഈ യുദ്ധത്തിന് അവസാനം കുറിക്കാൻ വേണ്ടിയിട്ട് 1919 പാരീസിൽ വെച്ചിട്ട് ഒരു പീസ് കോൺഫറൻസ്, സമാധാന സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. ഈ സമാധാന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ലോകമഹായുദ്ധം ഔദ്യോഗികമായിട്ട് നവംബർ 11 1919 അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വുഡ്രോ വിൽസൺ തന്റെ 14 പോയിന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ 14 അംശ നിബന്ധനകള് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 1990 പാരീസ് പീസ് കോൺഫറൻസിൽ വുഡ്രോ വിൽസണും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരും, ലോകത്തിലെ മറ്റ് നേതാക്കന്മാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വുഡ്രോ വിൽസൺ ആണ് 14 പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ വുഡ്രോ വിൽസന്റെ 14 പോയിന്റ്സ്. അപ്പൊ അതിലെ ഏറ്റവും ഒന്ന് എന്ന് പറയുന്നത് ഉടമ്പടികൾ. ഈ വേൾഡ് വാറിന് ശേഷം രാജ്യങ്ങളുമായിട്ട് ഉടമ്പടികൾ വന്നു എന്നുള്ളതാണ്. ഉടമ്പടികൾ പരസ്യമായി. പിന്നെ കടൽ ആർക്കും മൊണോപ്പൊളൈസ് ചെയ്യാൻ പറ്റൂല, കടലിലെ ആളുകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു പോയിന്റ് അതിൽ വന്നു. പിന്നെ അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആയുധ നിർമ്മാണം കുറയ്ക്കണം എന്ന് പറഞ്ഞു. ആയുധ നിർമ്മാണങ്ങൾ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതൊക്കെ ലോകത്ത് ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. പിന്നെ ഈ കൊളോണിയൽ ശക്തികളുടെ കോളനികള് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ട് ഒത്തുതീർപ്പാക്കുക. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കൊളോണിയൽ ശക്തികൾ ആഫ്രിക്കയിലെ പല പ്രദേശങ്ങളും 2-ൽ കൂടുതൽ ആളുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെയാണ് നമ്മൾ എന്താ കൊളോണിയൽ ക്ലെയിമുകൾ എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ഈ കൊളോണിയൽ ക്ലെയിമുകൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, നിഷ്പക്ഷമായിട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് റഷ്യക്ക് അവരാഗ്രഹിക്കുന്ന ഏത് ഗവൺമെന്റ് പ്രവർത്തിക്കാനുള്ള അനുമതിയും വേണം, അംഗീകാരവും അതിന് കൊടുക്കണം, അതിനെ സ്വാഗതം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോയിന്റ് അതിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെൽജിയത്തിന് സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രാൻസിന് നഷ്ടപ്പെട്ട അൽസൈൻസും ലൊറൈനും തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഇറ്റലിയിലെ അതിർത്തികൾ പുനർക്രമീകരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവർക്കും സെൽഫ് ഡിറ്റർമിനേഷന്, അതായത് ദേശീയ സ്വയം നിർണയത്തിനുള്ള പെർമിഷൻ വേണം. അതായത് ഒരു കൂട്ടം ആളുകൾ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു രാജ്യം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം. അത് ഒരു കണ്ടീഷനാണ്. പിന്നെ 11ാമത്തെ കണ്ടീഷൻ റൊമാനിയ, സെർബിയ, മോണ്ടിനെഗ്രോ എന്നിവയുടെ പുനരുദ്ധാരണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് 14 പോയിന്റ്സിലെ. പിന്നെ തുർക്കിയിലെ ജനങ്ങൾക്ക് സ്വയംഭരണം വേണം എന്ന് പറഞ്ഞു. പിന്നെ പോളണ്ടിന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യണം എന്നും പറഞ്ഞു. അപ്പോൾ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് ഈ നമ്മളുടെ വുഡ്രോ വിൽസന്റെ ബ്രെയിൻ ചൈൽഡ്, അദ്ദേഹത്തിന്റെ ആശയം, അദ്ദേഹത്തിന്റെ ഐഡിയ ആണ് ലീഗ് ഓഫ് നേഷൻ. അദ്ദേഹമാണ് ലീഗ് ഓഫ് നേഷന്റെ ശില്പി. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഈ പാരീസിൽ നടന്നിട്ടുണ്ടായിരുന്ന 1919 നവംബർ മാസം 11 നടന്നിട്ടുണ്ടായിരുന്ന പീസ് ട്രീറ്റിയുടെ ഒരു ഇമേജ് ആണ് നിങ്ങളുടെ ഇടത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വലത്തെ സൈഡിൽ ടോപ്പില് ഈ അൽസേൽ ലൊറൈൻ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പ്രദേശത്തിന് വേണ്ടിയിട്ടാണ് ജർമ്മനിയും ഫ്രാൻസും യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ പ്രദേശത്തിന്റെ ഒരു മാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വുഡ്രോ വിൽസന്റെ 14 പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വേഴ്സൽ ട്രീറ്റിയെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ 1919 ആ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാരീസിൽ ചേർന്നിട്ടുണ്ടായിരുന്ന പീസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ആ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാരീസ് സമാധാന സമ്മേളനത്തിൽ വിജയിച്ച ശക്തികൾ ബ്രിട്ടന്, ഫ്രാൻസ് ഇവരൊക്കെ സമാധാന ഉടമ്പടി വേണം എന്ന് പറഞ്ഞു, പീസ് ട്രീറ്റി വേണം എന്ന് പറഞ്ഞു.
അതിന്റെ ഭാഗമായിട്ടാണ് വേഴ്സൈൽ ഉടമ്പടി വരുന്നത്. അപ്പൊ ഈ പാരീസിലെ പീസ് കോൺഫറൻസിൽ 1919 പീസ് കോൺഫറൻസിൽ അമേരിക്കയുടെ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ പങ്കെടുത്തു. ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ലിയോ ജോർജ് പങ്കെടുത്തു. ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി കമൻസോ പങ്കെടുത്തു. അതുപോലെ തന്നെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ഒർലാൻഡോയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജർമ്മനിയുമായിട്ട് വേഴ്സൈൽസ് ട്രീറ്റിയും അതുപോലെ തന്നെ ഓസ്ട്രിയ, ഹംഗറി, തുർക്കി, ബൾഗേറിയ തുടങ്ങിയ ട്രിപ്പിൾ അലയൻസിലെ കൺട്രികളുമായിട്ട്, രാജ്യങ്ങളുമായിട്ട് മറ്റ് ഉടമ്പടികളും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ട്രിപ്പിൾ എൻറ്റൻറ്റയിൽ അല്ലെങ്കിൽ ആക്സിസ് പവേഴ്സിൽ അലൈഡ് പവേഴ്സിലുള്ള രാജ്യങ്ങൾ. അങ്ങനെ ഓസ്ട്രിയയോട് സെന്റ് ജെർമൻ എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹംഗറിയുമായിട്ട് പ്രയാനോൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബൾഗേറിയയുമായിട്ട് ന്യൂവെല്ലി എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ടർക്കിയുമായിട്ട് സെവറസ് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ ടർക്കിയിലെ ജനങ്ങൾ എതിർത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സുൽത്താൻ മെഹമ്മദ് ആറാമൻ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ട്രീറ്റി ഓഫ് സെവറസ്. അദ്ദേഹത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല, അദ്ദേഹം അങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ തുർക്കിയിലെ ജനങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു, ഈ ഉടമ്പടി, ട്രീറ്റി ഓഫ് സെവറസിനെ. അങ്ങനെയാണ് കമാൽ ബാഷയുടെ നേതൃത്വത്തിൽ, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം തുർക്കി ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ നേതാവായിരുന്നു കമാൽ പാഷ. ഒട്ടോമൻ ചക്രവർത്തിക്കെതിരെ അവിടെ റിവോൾട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കമാൽ പാഷ. അപ്പോൾ ഈ കമാൽ പാഷയുടെയും തന്റെ അനുയായികളുടെയും ചെറുത്തുനിൽപ്പിനെ തുടർന്നിട്ട് ഇത് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ട്രീറ്റി. അങ്ങനെ ഈ അനറ്റോലിയ, ടർക്കിയിലെ ഒരു വലിയൊരു പ്രദേശം അനറ്റോലിയ, ഇത് ഗ്രീസ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു ഈ ട്രീറ്റി പ്രകാരം. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്നുണ്ട്, ഈ ഗ്രീസും തുർക്കിയും തമ്മിൽ. ഇതൊക്കെയാണ്. അപ്പം സെന്റ് ജെർമൻ ഓസ്ട്രിയയുമായിട്ട് ട്രയാനൻ, ഹംഗറിയുമായിട്ട് ന്യൂവെല്ലി, ബൾഗേറിയയുമായിട്ട് സെവറസ്, നമ്മളെ ഇതുമായിട്ട് ടർക്കിയുമായിട്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റി, ഉടമ്പടി എന്ന് പറയുന്നത് വേഴ്സൈലാണ്. വേഴ്സൈൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 1919 ജൂൺ മാസം 28-നാണ്. വേഴ്സൈൽ എന്ന് പറയുന്ന കൊട്ടാരത്തിലെ ഫ്രാൻസിലെ ഹാൾ ഓഫ് മിറേഴ്സ് എന്ന് പറയുന്ന ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഇത് ജർമ്മനി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേഴ്സൈലിൽ വലിയൊരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിലെ ഹാൾ ഓഫ് മിറേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ വെച്ചിട്ടാണ് ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ 1919 അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു ജൂൺ 28. കാരണം ഈ ജൂൺ 28-നാണ് നമ്മളുടെ ഇയാള് ഫ്രാൻസിലെ ഓസ്ട്രിയയുടെ ആർച്ച് ഡ്യൂക്ക് ആയിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡ് സെർബിയക്കാരനായിട്ടുള്ള പ്രിൻസിപ്പിന്റെ വെടികൊണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ 5ാമത്തെ വാർഷിക ജൂൺ 28-ന് അത് നടന്നു. ജൂലൈ 24-ന് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഈ 5ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 1919 ജൂൺ മാസം 28-ാം തീയതി. അപ്പൊ ഈ വേഴ്സൈൽ ട്രീറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് കാരണം ജർമ്മനിയാണ്, യുദ്ധത്തിന് വന്ന നാശനഷ്ടത്തിനും കാരണം ജർമ്മനിയാണ്. അതുപോലെ തന്നെ ജർമ്മനിയെ ഫോഴ്സ്ഫുള്ളി ഈ ട്രീറ്റി സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു. എന്നിട്ട് ജർമ്മനിയോട് യുദ്ധം നടത്തിയതിന് നഷ്ടപരിഹാരം തരണം എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഈ ട്രീറ്റി പ്രകാരം ഫ്രാൻസിനോ ബെൽജിയത്തെ പുതിയ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ ആയിട്ട് ജർമ്മനിയെ റൈൻ താഴ്വരയിൽ, ജർമ്മനി അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് റൈൻ ലാൻഡ് അല്ലെങ്കിൽ റൈൻ വാലി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സൈനികരായിട്ടുള്ള ആളുകളെ ഡിപ്ലോയ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കോട്ടകൾ കെട്ടാനോ പാടില്ല എന്ന് ആ ട്രീറ്റിയിൽ പറയുന്നുണ്ട്. കാരണം അത് ഫ്രാൻസിന്റെയും ബൾഗേറിയയുടെയും ബെൽജിയത്തിന്റെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അപ്പൊ അവിടെ എങ്ങാനും സൈനികരെ വിന്യസിപ്പിക്കുക, അവിടെ എങ്ങാനും കോട്ട കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ജർമ്മനിക്ക് ഈ രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കാൻ പറ്റും. അപ്പോൾ ട്രീറ്റി ഓഫ് വേഴ്സൈലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൈൻ വാലിയിൽ ഒരു കൺസ്ട്രക്ഷനും പാടില്ല, ആർമിയെ വെക്കാനും പാടില്ല എന്നാണ്.
അതുപോലെ തന്നെ സാർ താഴ്വരയിലെ കൽക്കരി ഖനികൾ ഫ്രാൻസിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് പ്രകാരം. ഈ സാറിനെ 1935 വരെ ലീഗ് ഓഫ് നേഷൻസിന്റെ കൺട്രോളിൽ വെക്കും. അതിനുശേഷം അവിടെ ഒരു ജനഹിത പരിശോധന പ്ലബിസൈറ്റ് നടക്കും. എന്നിട്ട് ആ പ്ലബിസൈറ്റിൽ ജനഹിത പരിശോധനയിൽ ജനങ്ങള് ജർമ്മനിയുടെ കൂടെ നിൽക്കണം എന്നാണോ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ കൂടെ പോകണം എന്നാണോ തീരുമാനിക്കുന്നത്. ആ തീരുമാനം അവർ ഏത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനം നടപ്പിലാക്കും എന്നും പറഞ്ഞു. ഇതൊക്കെ ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽസിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫ്രാൻസിന് അൽസേ ലൊറൈൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ യുദ്ധം നടത്തിയത് ജർമ്മനിയാണെന്ന് പറഞ്ഞല്ലോ, ആരോപിച്ചു. അങ്ങനെ ആ ആരോപണം മുൻനിർത്തിക്കൊണ്ട് ജർമ്മനിയിൽ ഇനി ഒരു സൈനിക നടപടിയും പാടില്ല, അന്തർവാഹിനികൾ ഉണ്ടാക്കാൻ പാടില്ല, യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൈനികരെ സൈനികരെ കാലാൾപ്പട അതുപോലെ തന്നെ നാവികസേന ഇതൊന്നും വിമാനങ്ങളൊന്നും പോർ വിമാനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൊത്തം സോൾജേഴ്സ് മൊത്തം ആർമിക്കാര് 100,000-ൽ കൂടാനും പാടില്ല എന്നും റെസ്ട്രിക്ട് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആര് വെക്കുന്നുണ്ട്? ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽ ജർമ്മനിയുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ജർമ്മനിക്ക് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു യുദ്ധ സന്നാഹങ്ങളും യുദ്ധ സജ്ജീകരണങ്ങളും നടത്താൻ പാടില്ല. വെറും 1,00,000 വരുന്ന ആളുകളെ സോൾജേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലാതെ വേറെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടാങ്കുകൾ വെക്കാൻ പാടില്ല, പീരങ്കികൾ ഉണ്ടാക്കാൻ പാടില്ല, ടാങ്കുകൾ ഉണ്ടാക്കാൻ പാടില്ല, കപ്പലുകൾ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട്, അതായത് ഒരു ഒരു വെപ്പണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ ട്രീറ്റി ഓഫ് വേഴ്സൈലിൽ. അതുപോലെ തന്നെ ഓസ്ട്രിയയുടെയും ജർമ്മനിയുടെയും യൂണിയൻ നിരോധിക്കപ്പെട്ടു. അതുപോലെ തന്നെ ജർമ്മനിക്ക് ഓസ്ട്രിയയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കേണ്ടി വന്നു. അതുമാത്രമല്ല വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ജർമ്മനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് 33 ബില്യൺ ഡോളറാണ്, മില്യൺ അല്ല, 33 ബില്യൺ ഡോളറാണ് 1921 ജർമ്മനിക്ക് വാർ ഇൻഡെമിനിറ്റി ആയിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായിട്ട് ജർമ്മനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രീറ്റി അല്ല, ഇതൊരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. റിവെഞ്ച് കാരണം ജർമ്മനിയുടെ മുകൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇത് ശരിക്കും ജർമ്മനിയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു ഈ വേഴ്സൈൽ ട്രീറ്റി. അത് ജർമ്മനിയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദന ഉണക്കാനാണ് പിന്നീട് ഹിറ്റ്ലർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാധാനം കൊണ്ടുവരിക, സഹകരണം കൊണ്ടുവരിക, സുരക്ഷ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ വെൽഫെയർ ആണ്, മനുഷ്യന്റെ ക്ഷേമമാണ്, തർക്കങ്ങൾ പരിഹരിക്കുക, ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഈ ശക്തമായിട്ടുള്ള രാഷ്ട്രങ്ങളെ യുദ്ധം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുക, അതുപോലെ തന്നെ അവരുടെ ആയുധ നിർമ്മാണം കുറയ്ക്കുക, അതായത് വെപ്പൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ തോത് കുറയ്ക്കുക. ഇതൊക്കെ ആയിരുന്നു ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ സ്ഥാപിത ലക്ഷ്യം. ഈ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വുഡ്രോ വിൽസന്റെ ബ്രൈൻ ചൈൽഡ് ആണ്. ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് 1920 ജനുവരി മാസം 1-ാം തീയതിയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ട്. ഇത് രൂപീകൃതമായ സമയത്ത് 42 അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൽ മെമ്പേഴ്സ് ആയിട്ട്. പക്ഷെ പിന്നീട് അത് പിന്നെയും കൂടി 63 ആയിട്ട്, അതായത് 11ഓളം അംഗങ്ങൾ പിന്നീട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 11അല്ല, 21ഓളം അംഗങ്ങൾ പിന്നീട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന രാഷ്ട്രങ്ങളാണ് റഷ്യയും അതുപോലെ തന്നെ ജർമ്മനിയൊക്കെ. പരാജയപ്പെട്ട ജർമ്മനിയും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയിച്ച റഷ്യ ഈ ലീഗ് ഓഫ് നേഷനിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1926 ആണ് ജർമ്മനി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1934 റഷ്യയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലീഗ് ഓഫ് നേഷൻസിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തതാണ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭ. അതായത് ലീഗ് ഓഫ് നേഷൻസിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സഭയായിരുന്നു നിയമസഭ. അതിൽ എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
വർഷത്തിൽ ഒരിക്കൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ട് അതിന്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ അസംബ്ലിയുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഓരോ രാജ്യത്തിനും മെമ്പേഴ്സ് ആയിട്ടുള്ള ഓരോ രാജ്യത്തിനും 3 പ്രതിനിധികളെ അയക്കാമായിരുന്നു അതിന് അങ്ങോട്ടേക്ക്. പക്ഷെ അവർക്ക് മൊത്തത്തിൽ ഒരു വോട്ട് ഉണ്ടാവും, 3 ആൾക്കും കൂടെ ഒരു വോട്ട് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് നിയമസഭയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ഓർഗനാണ് കൗൺസിൽ. ഈ ലീഗ് ഓഫ് നേഷൻസിലെ ഏറ്റവും മൈറ്റിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഒരു ഓർഗൻ എന്ന് പറയുന്നത് ഈ കൗൺസിലാണ്. അതിൽ ആദ്യം അമേരിക്ക, ബ്രിട്ടന്, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ എന്നിങ്ങനെ 5 പെർമനന്റ് ആയിട്ടുള്ള സ്ഥിര അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കൗൺസിലിൽ. പിന്നെ അഞ്ച് അഞ്ച് പെർമനന്റും 4 നോൺ പെർമനന്റ് ടെമ്പററി ആയിട്ടുള്ള അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ആളുകൾ മാത്രമേ കൗൺസിലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. കൗൺസിലിലോട്ട് പിന്നീട് റഷ്യയും ജർമ്മനിയും മെമ്പേഴ്സായി വന്നിട്ടുണ്ടായിരുന്നു. 1933 ജർമ്മനി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. റഷ്യ അതിൽ നിന്ന് ലീഗ് ഓഫ് നാഷൻസിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1939. അപ്പോൾ ഈ ജർമ്മനിയും റഷ്യ ഇതിൽ ജോയിൻ ചെയ്ത വർഷവും പുറത്താക്കപ്പെട്ട റിസൈൻ ചെയ്ത വർഷവും നിങ്ങൾ ഓർത്തിരിക്കുക. ഈ കൗൺസില് 3 വർഷത്തിൽ ഒരിക്കൽ യോഗം ചേരണം എന്നായിരുന്നു കണ്ടീഷൻ. പിന്നെ ലീഗ് ഓഫ് നേഷൻസിന്റെ മൂന്നാമത്തെ ഓർഗനാണ് ഈ സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റ്, അതായത് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സെക്രട്ടേറിയറ്റ് ആണ് നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത്. 700ഓളം ഒഫീഷ്യൽസ് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 700ഓളം. അപ്പൊ അത് കാണിക്കുന്നത് വലിയൊരു ഓർഗനൈസേഷൻ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ജെയിംസ് എറിക് ഡ്രമണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ലീഗ് ഓഫ് നേഷൻസിന്റെ എറിക് ഡ്രമണ്ട്. പിന്നെ അതിന്റെ മറ്റ് ഓർഗൻസ് അല്ലെങ്കിൽ ഓക്സിലറി ഓർഗൻസ് ഏതൊക്കെയാണ്, സഹായ അവയവങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, അന്താരാഷ്ട്ര നീതിയുടെ സ്ഥിരം കോടതി, കോർട്ട് ഓഫ് ജസ്റ്റിസ്. പിന്നെ ഇന്റർനാഷണൽ ലേബർ ഓഫീസ്. മൂന്നാമത്തേത് മാൻഡേറ്റ് കമ്മീഷൻ. ഇവ മൂന്നുമാണ് ഇതിന്റെ ലീഗ് ഓഫ് നേഷൻസിന്റെ ഓക്സിലറി ഓർഗൻസ് എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ഈ അന്താരാഷ്ട്ര നീതിന്യായ സ്ഥിരം കോടതിയിൽ 15 ജഡ്ജിമാരുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ തലസ്ഥാനം ഹോളണ്ടിലെ ഹേഗ് ആയിരുന്നു. തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട, ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ ലോകത്ത് മൊത്തം നല്ലൊരു തൊഴിൽ സാഹചര്യം ഉണ്ടാക്കുക, ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു ലേബർ ഓഫീസിന്റെ, ഇന്റർനാഷണൽ ലേബർ ഓഫീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം, മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ ഈ മാൻഡേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോറ്റ രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കോളനികൾ ഉണ്ടല്ലോ, ആ കോളനികളിൽ മേൽനോട്ടം വഹിക്കുക, കോളനികൾ സൂപ്പർവിഷൻ നടത്തുക, ഇതായിരുന്നു മാൻഡേറ്റ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു റോള്, ഒരു പങ്ക് എന്ന് പറയുന്നത്. ലീഗ് ഓഫ് നേഷൻസ് രാഷ്ട്രത്തിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് ഉപയോഗപ്രദമായിട്ടുള്ള നടപടികൾ, പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. 1920 ഇത് രൂപീകരിച്ച സമയത്ത് തന്നെ സ്വീഡനും ഫിൻലാൻഡും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അലൻഡ് ദ്വീപിനെ സംബന്ധിച്ചിട്ട് ഇവർ തമ്മിൽ, അലൻഡ് ദ്വീപ് ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്വീഡന്റെയും ഫിൻലാൻഡിന്റെയും ഇടയിൽ ഒരു തർക്കം വന്നു. ആ തർക്കം പരിഹരിച്ചത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. അത് ലീഗ് ഓഫ് നേഷൻസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ലീഗ് ഓഫ് നേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻലൻഡിന് ഇത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഫിൻലൻഡിന്റെ ഭാഗത്താണ് ന്യായം. അതുകൊണ്ട് ഫിൻലൻഡിന് ആ അലൻഡ് ദ്വീപ് കൊടുക്കണം എന്ന് ലീഗ് ഓഫ് നേഷൻസ് അവകാശപ്പെട്ടു. നെക്സ്റ്റ് ഇയർ 1921 പോളണ്ടിനും ജർമ്മനിക്കും ഇടയിൽ അപ്പർ സിലേഷ്യ അതിർത്തി പരിഹരിക്കാൻ ലീഗിനോട് ആവശ്യപ്പെട്ടു. അതായത് 1921 പോളണ്ടും ജർമ്മനിയും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സിലേഷ്യ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അതിർത്തിയെ ചൊല്ലിയിട്ടാണ് ആ പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നത്. അത് വിജയകരമായിട്ട് ഇവര് ലീഗ് ഓഫ് നേഷൻസ് പരിഹരിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ മൂന്നാമത്തെ തർക്കം നടന്നിട്ടുണ്ടായിരുന്നത് 1925 ഗ്രീസും ബൾഗേറിയയും തമ്മിൽ. 1925 കേട്ടോ. അപ്പോ ഈ ഗ്രീസ് ബൾഗേറിയയെ ആക്രമിക്കുകയും ലീഗ് വെടിനിർത്തലിന് ഉത്തരവിടുകയും ചെയ്തു. ആ സമയത്ത് ഗ്രീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബൾഗേറിയ ആക്രമിച്ചു. അങ്ങനെ ഇത് ലീഗ് ഓഫ് നേഷൻസ് ഇടപെട്ടുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്ത്, ഈ ഗ്രീസിന്റെ ബൾഗേറിയയുടെ ഇടയിൽ. അങ്ങനെ ഇവരൊരു ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി ലീഗ് ഓഫ് നേഷൻസ്. എന്നിട്ട് ഗ്രീസിനോട് പറഞ്ഞു, നിങ്ങളാണ് യുദ്ധം തുടങ്ങിയത്, അതുകൊണ്ട് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണം ബൾഗേറിയക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ലീഗ് ഓഫ് നേഷൻസിന്റെ സക്സസ് ആണ്. പക്ഷേ ഈ ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പരാജയപ്പെട്ടു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് സെക്കൻഡ് വേൾഡ് വാർ. കാരണം ഇതിന്റെ ഒരു സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ലോകത്ത് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ലീഗ് ഓഫ് നേഷൻസിന് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1939 സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഈ ലീഗ് ഓഫ് നേഷൻ ഒരു പരാജയമാണ് എന്ന് തെളിയിക്കപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. സക്സസ് ആണെന്ന് തെളിയിച്ച ചില സംഭവങ്ങൾ നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു. പരാജയമാണെന്ന് പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സെക്കൻഡ് വേൾഡ് വാർ തന്നെയാണ് കേട്ടോ. പിന്നെ 1925 ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ കൗൺസില് ഒരു നിരായുധീകരണ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു 1925 കേട്ടോ. പക്ഷെ ഈ നിരായുധീകരണ കമ്മീഷൻ അല്ലെങ്കിൽ ഈ നിരായുധീകരണ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത് 1932. അതായത് ഈ ലീഗ് ഓഫ് നേഷൻസ് ഈ ഒരു കാര്യം പറയാം, നമുക്കൊരു നിരായുധ സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് അത് 1932 നടക്കുന്നത്. അത് കാണിക്കുന്ന എന്താ വെച്ചാൽ രാജ്യങ്ങൾ ഇത് പറയുന്ന കാര്യം, ലീഗ് ഓഫ് നേഷൻസ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഫ്രാൻസുമായിട്ട് ആയുധ സമത്വം വേണം, അതായത് ഫ്രാൻസ് ഉണ്ടാക്കുന്ന പോലെ ആയുധങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാനും പെർമിഷൻ തരണമെന്ന് ജർമ്മനി ആവശ്യപ്പെട്ടു. അത് നിരസിച്ചു. അങ്ങനെയാണ് ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് ഈ ജർമ്മനി പുറത്തു കടക്കുന്നത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ. പിന്നെ 1920 പോളണ്ടില് വിൽന പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് വിൽന പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 1923 ഇറ്റലിയും ഗ്രീസും തമ്മിലൊരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തില് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗ് വന്നു. ലീഗ് കുറച്ച് കാര്യങ്ങൾ മധ്യസ്ഥം നിന്നുകൊണ്ട് ഇറ്റലിയോട് പറഞ്ഞു, പക്ഷെ ഇറ്റലി അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് ലീഗ് ഓഫ് നേഷൻസിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതിന് വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ 1931 സെപ്റ്റംബറിൽ ജപ്പാൻ മഞ്ചൂരിയ, നോർത്തേൺ ചൈനയുടെ പ്രദേശമാണ് മഞ്ചൂരിയ, അത് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ആക്രമിച്ചപ്പോ അതിനെ ജപ്പാനെതിരെ ലീഗ് ശബ്ദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താക്കി, ജർമ്മനിയെ പോലെ ഈ ജപ്പാനും ലീഗ് ഓഫ് നേഷനിൽ നിന്ന് രാജിവെച്ച് പുറത്തു കടന്നു 1930-കൾക്ക് ശേഷം. അതുപോലെ തന്നെ ഇറ്റലിയും എത്യോപ്യയും പിന്നീട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലീഗ് ഉപരോധം പ്രയോഗിച്ചു, പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉപരോധം പ്രാബല്യത്തിൽ വന്നു. അതായത് ഇറ്റലിക്കെതിരെ ഒരു ഉപരോധം നടപ്പിലാക്കി ലീഗ് ഓഫ് നേഷൻസ്, ഈ എത്യോപ്യക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാൻ ഇറ്റലി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അത് ഇറ്റലി പറഞ്ഞപ്പോ ലീഗ് ഓഫ് നേഷൻസ് എന്ത് പറഞ്ഞു, ഒരു അതായത് ഉപരോധിക്കാൻ തീരുമാനിക്കുകയാണ്, ഇറ്റലിയെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കാം. അങ്ങനെ ഇത് തീരുമാനിച്ചപ്പോൾ ഇറ്റലി എന്ത് ചെയ്തു, 1937 ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് രാജിവെച്ചു പുറത്തു വന്നു. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ലീഗ് ഓഫ് നേഷൻ ഒരു ഫെയിലിയർ ആയിരുന്നു എന്നാണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത്. അങ്ങനെ ഈ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് പിന്നീട് അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. 1939 സെക്കൻഡ് വേൾഡ് വാർ നടന്ന സമയത്ത് ലീഗ് ഓഫ് നേഷൻ ഒരു പരാജയമാണെന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു നിയർലി ഒരു 7 years. ആൻഡ് 1946 ഏപ്രിൽ മാസം 19 ഇത് ലീഗ് ഓഫ് നേഷൻസ് എന്താക്കുന്നത്, കംപ്ലീറ്റ്ലി അടച്ച് പൂട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലീഗ് ഓഫ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക.
താങ്ക് യു.